ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തിരുവോണം ഇങ്ങ് അടുത്തെത്താറായി. അപ്പോൾ ഓണസദ്യയിൽ നമുക്കൊരു പുതിയ അതിഥിയെ കൂടി കൊണ്ടുവന്നാലോ? മറ്റൊന്നുമല്ല, പപ്പട ചമ്മന്തി അല്ലെങ്കിൽ പപ്പട തോരൻ എന്നും പറയും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ അതായാലും എടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 വറ്റൽ മുളക്, 2 വലുതും 1 ചെറുതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കരിയാതെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. എണ്ണ ഒത്തിരി അങ്ങ് ചൂടാവുന്നതിന് മുമ്പ് ഇതിട്ടൊന്ന് വറുത്ത് കോരി മാറ്റുക. അപ്പോൾ കരിഞ്ഞു പോകത്തില്ല, നല്ല പാകത്തിന് കിട്ടും. അതേ എണ്ണയിലോട്ട് നമുക്ക് പപ്പടം ഒന്ന് വറുത്ത് എടുക്കണം. ഞാനിവിടെ 4 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 5 വരെ എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഒരുപോലെ നുറുക്കിയെടുത്തത് അതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ചേരുവകളൊന്ന് വഴറ്റിയെടുക്കണം. അതിന് മുമ്പ് കുറച്ച് എണ്ണ മാറ്റുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ മതി നമുക്ക് ചേരുവകളെല്ലാം മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ അത് കണക്കിന് നിങ്ങൾ കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് താളിക്കുക. കടുക് താളിക്കാൻ ഇഷ്ടമുള്ളവർ കടുക് താളിച്ചെടുക്കാം. ഞാനിവിടെ താളിക്കുന്നില്ല. എല്ലാവർക്കും കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കടുക് താളിക്കാം. അതിനുശേഷം വേപ്പില താളിച്ചു. അതിനുശേഷം ഞാനിവിടെ ചെറിയുള്ളിയാണ് ഇട്ടത്. 10 മുതൽ 15 വരെ ചെറിയുള്ളി നിങ്ങൾക്ക് എടുക്കാം. അഥവാ ചെറിയുള്ളി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു വലിയ സവോള എടുത്താലും മതി. പക്ഷേ ചെറിയ ഉള്ളിയാണ് രുചി. അപ്പോൾ നമ്മളത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കൂട്ട് തയ്യാറാക്കണം. എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങയും നേരത്തെ വറുത്ത് കോരി വെച്ച മുളകും ഒരു ചെറിയ കഷ്ണം വാളംപുളി, അതൊരു ചെറിയ പുളിപ്പുരസം കിട്ടാൻ വേണ്ടി വളരെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. അതൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളി ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു കൂട്ട്, ആ ഒരു ചമ്മന്തി കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് ആണ് അതിൻ്റെ പാകം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണമല്ലോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് തേങ്ങ നല്ലപോലെ റോസ്റ്റായി വരുന്ന ആ ഒരു പാകമാണ് നമ്മുടെ ചമ്മന്തിയുടെ പാകം. അതൊന്ന് കളറൊക്കെ മാറി നല്ല ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ പപ്പട കഷ്ണങ്ങളൊന്ന് ഇതിനകത്തോട്ട് ചേർക്കണം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തേങ്ങ വറുത്ത് വന്നോളും. പപ്പടം ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോകാതെ ശ്രദ്ധിക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡിയാവും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നോട്ടിഫൈഡ് ആകാൻ വേണ്ടി ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.